പേരാമ്പ്ര നിലവിൽ ഒരു 5-6 പഞ്ചായത്തുകൾ നമ്മൾ LDF പിടിച്ചെടുത്ത പഞ്ചായത്തുകൾ UDF. അതുകൊണ്ട് നിലവിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേരാമ്പ്ര ഇപ്രാവശ്യം UDF തന്നെ വരുമെന്നാണ്. നല്ലൊരു സ്ഥാനാർത്ഥി വരാച്ചാൽ UDF തന്നെ വിടാം. അട്ടിമറിക്ക് ചാൻസ് ഒന്നുമില്ലാതോ. 24 മണിക്കൂറും നുണ പറയുന്ന വിളി സർവീസാണല്ലേ, നിങ്ങൾ കാണല്ലേ? ഞാനെല്ലാം കാണല്ലേ, ഒളിച്ചോടിയല്ലേ അസംബ്ലിയിൽ നിന്ന് 100% അട്ടിമറിയും. അല്ല, ഇവിടെ LDF തുടർച്ചയായി ജയിച്ചു വരുന്ന മണ്ഡലല്ലേ ഇത്? LDF ആയിരുന്നു മുമ്പ് എല്ലാം. ഇപ്പോൾ ആൾക്കാരെല്ലാം കുറേ മാറിയിട്ടുണ്ട്. ഇവരെ ഭരണം കൊണ്ട് എല്ലാം കുറച്ച് മോശമായിട്ടാണല്ലോ. ഇത് തന്നെ കണ്ടില്ലേ, പേരാമ്പ്ര ഒരു അട്ടിമറി നടക്കുകയില്ല. എന്തിനട്ടിമറി? ഇപ്പം നിലവിലുള്ള MLA TP രാമകൃഷ്ണൻ നല്ല വികസന, അതിൻ്റെ മെയിൻ ഉദാഹരണം ഇവിടുത്തെ ബൈപ്പാസ് തന്നെയാണ്. 1980 മുതൽ CPM മാത്രം ജയിച്ചു വരുന്ന മണ്ഡലം. പേരാമ്പ്രയിലാണ് സി ടൈംസ് ഇലക്ഷൻ പൾസറായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ LDF കൺവീനറായ TP രാമകൃഷ്ണനാണ് കഴിഞ്ഞ 2 തവണയായി പേരാമ്പ്രയുടെ MLA. ഇടതുകോട്ട എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ തിരിച്ചടി ഇവിടെയുണ്ടായി. പേരാമ്പ്ര പഞ്ചായത്ത് 20 വർഷത്തിന് ശേഷം അതും UDF പിടിച്ചെടുത്തു. കേരള കോൺഗ്രസ് LDFൽ ഈ സീറ്റിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. TP രാമകൃഷ്ണൻ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത്തവണ മത്സരിക്കാൻ ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. ഇനി UDFൽ മുസ്ലിം ലീഗാണ് കഴിഞ്ഞ തവണ മുതൽ ഇവിടെ മത്സരിക്കുന്നത്. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിലിന്റെ പേരാണ് പ്രധാനമായും ഇവിടെ സ്ഥാനാർത്ഥി സാധ്യതയിൽ ഉയർന്നു കേൾക്കുന്നത്. പേരാമ്പ്രയിലെ വോട്ടർമാർ ഇക്കുറി എങ്ങനെ ചിന്തിക്കുന്നുവെന്നറിയണം. നേരെ വോട്ടർമാരുടെ പ്രതികരണത്തിലേക്ക്. പേരാമ്പ്ര അട്ടിമറിക്ക് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഈ ദുർഭരണത്തിനെതിരായിട്ട് ഇപ്പോഴത്തെ ജനങ്ങൾ വളരെ പ്രതിഷേധിക്കാൻ കാത്തു നിൽക്കുക. പേരാമ്പ്ര പഞ്ചായത്ത് 25 വർഷമായി. പേരാമ്പ്ര പഞ്ചായത്ത് LDF ഭരണം വെച്ചതാണ്. അതിപ്പോൾ UDFിൻ്റെ കയ്യിലാണ്. പേരാമ്പ്ര ബ്ലോക്ക് UDFിൻ്റെ കയ്യിലാണ്. ജില്ലാ പഞ്ചായത്ത് UDFിൻ്റെ കയ്യിലാണ്. അത് തീർച്ചയായിട്ടും ഞങ്ങളത് തിരിച്ചു പിടിക്കും. ഇവിടെ ഇടതുപക്ഷമാണല്ലോ ജയിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ. അവരെന്നെ തുടരാനാണോ സാധ്യത, അതോ മാറോ? അതിപ്പം പറയാൻ പറ്റുന്നില്ല. തുടരുന്ന എൻ്റെ അഭിപ്രായം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമാണ് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അല്ലേ? അത് UDFന് അനുകൂലം. അതിപ്പോൾ കുറേ കാലം, എത്രയോ കൊല്ലം കൊണ്ട് LDF അല്ലേ ഭരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു മാറ്റം വരട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ എന്താ കുഴപ്പമൊന്നും തോന്നില്ല. എന്താപ്പം കുഴപ്പമില്ല. 100% അട്ടിമറിയും. അല്ല, ഇവിടെ LDF തുടർച്ചയായി ജയിച്ചു വരുന്ന മണ്ഡലല്ലേ? ഇത് LDF ആയിരുന്നു മുമ്പ് എല്ലാം. ഇപ്പോൾ ആൾക്കാരെല്ലാം കുറേ മാറിയിട്ടുണ്ട്. ഇവരെ ഭരണം കൊണ്ട് എല്ലാം കുറച്ച് മോശമായിട്ടാണല്ലോ. ഇത് തന്നെ കണ്ടില്ലേ, ഇപ്പോൾ പഞ്ചായത്തെല്ലാം കംപ്ലീറ്റ് കോൺഗ്രസിൻ്റെ കയ്യിലായി. അതുകൊണ്ടാണ് ഒരു മാറ്റം ഇനിയും പേരാമ്പ്ര വരുമെന്നുള്ളത് ജനങ്ങളെല്ലാം പറയുന്നത്. ഞങ്ങളെല്ലാം പിന്നെ മാറാനാണ് ആഗ്രഹിക്കുന്നത്. പ്രവർത്തനം മോശമായിരുന്നോ? MLA പ്രവർത്തനം മോശമായിട്ടല്ല, ഭരണം ഒന്ന് മാറി കാണണം. കാരണം എന്താ പറഞ്ഞാൽ ഒരു കാലവും ഇവരെന്നെ ഭരിച്ച സംഗതി നടക്കുമോ? മാറ്റി ഒരു ഭരണം വന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഭരണം മാറണമെന്ന് പറയുന്നത്. പേരാമ്പ്ര വല്ല അട്ടിമറിക്കും ചാൻസ് ഉണ്ടോ? ഒരു ചാൻസും ഇല്ല. മൂപ്പർ പറഞ്ഞത് മൂപ്പർ സ്വപ്നം കാണുക. അത് പ്രശ്നമല്ല, എല്ലാവർക്കും സ്വപ്നം കാണാമല്ലോ. LDF ഇവിടെ ജയം തുടരും തീർച്ചയായിട്ടും. TP രാമകൃഷ്ണൻ ഇവിടെ നല്ല രീതിയിലാണ് ഭരണം കൊണ്ടുവന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. TPന് മത്സരിക്കാൻ ചാൻസ് ഇല്ല എന്നാ പറയുന്നത്. അപ്പൊ ആര് സ്ഥാനാർത്ഥിയായിട്ട് വരണം എന്നാണ് ആഗ്രഹം? വേണ്ട, TPന്റെ തലമുറക്കാരുണ്ടല്ലോ ഇവിടെ ഉണ്ടാവാനും. അപ്പൊ ഒരു വിരുദ്ധ തരംഗമില്ല. ഒരു തരംഗമില്ല. നല്ല പ്രവർത്തനമായിരുന്നു. നല്ല പ്രവർത്തനം. തദ്ദേശത്തിന് തിരിച്ചടി ഉണ്ടായി. തദ്ദേശം പ്രാദേശിക മത്സരമല്ലേ, അത് ഓരോ സ്ഥാനാർത്ഥി കണ്ട് വോട്ട് ചെയ്യുന്നല്ലേ. അതുപോലെ സംസ്ഥാനത്ത് പറയുന്നത് LDFന്റെ സ്ഥാനാർത്ഥികൾ മോശമായിരുന്നോ? ഒരു മോശമല്ലേ. പ്രാദേശികമായിട്ട് ചെറിയ ചെറിയ ദിവസങ്ങൾ കൊണ്ടുപോകുന്നല്ലേ. പേരാമ്പ്ര അട്ടിമറിക്ക് ചാൻസ് ഉണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട്? ആയിട്ടാ ഭരണം. പേരാമ്പ്ര പക്ഷേ LDF തുടർച്ചയായിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലല്ലേ? അതെല്ലാം കഴിഞ്ഞ് ഇനി അത് നോക്കണ്ട. അത്ര കോൺഫിഡൻസ്? അത്രയും മോശമല്ല ഭരണം. അപ്പൊ സംസ്ഥാനത്ത് ഭരണം മാറുന്ന പറയുന്നത്? മാറും. അടുത്ത വർഷത്തിൽ. അതവരെ പാരമ്പര്യമായിട്ട് അവരെ വോട്ടുള്ള സ്ഥലമാണ്. പേരാമ്പ്ര അട്ടിമറി നടക്കൂല, മാറ്റൊന്നും വരില്ല. അട്ടിമറി ഉണ്ടാവില്ല. ഇല്ലില്ല. UDF വരും. UDF ഇവിടെ വലിയ ഭൂരിപക്ഷത്തിന് LDF ജയിക്കുന്ന മണ്ഡലല്ലേ? അതല്ലേ മാറും. പേരാമ്പ്ര ഒരു അട്ടിമറി നടക്കുകയില്ല. എന്തിനട്ടിമറി? ഇപ്പം നിലവിലുള്ള MLA TP രാമകൃഷ്ണൻ നല്ല വികസന, അതിൻ്റെ മെയിൻ ഉദാഹരണം ഇവിടുത്തെ ബൈപ്പാസ് തന്നെയാണ്. പിന്നെ എല്ലാ മേഖലകളെയും, അത് ഏത് മേഖലകളും പ്രവർത്തിക്കുന്നതിലെ പൊതുവിദ്യാഭ്യാസ രംഗമായാലും ആരോഗ്യ മേഖലയിലും എല്ലാത്തിനും TP രാമകൃഷ്ണൻ്റെ കയ്യൊപ്പും വ്യക്തമായ മുദ്ര തന്നെ പതിപ്പിച്ച്. അതുകൊണ്ട് നല്ല വികസനം പേരാമ്പ്ര ഈ ജനമെല്ലാം പേരാമ്പ്ര നടത്തുന്നുണ്ട്. ഭൂരിപക്ഷം കൂടുന്നാണോ പറയുന്നത്?
ഭൂരിപക്ഷം കൂടാൻ സാധ്യതയുള്ളത്. പേരാമ്പ്ര നിലവിൽ ഒരു 5-6 പഞ്ചായത്തുകൾ നമ്മൾ LDF പിടിച്ചെടുത്ത പഞ്ചായത്തുകൾ UDF. അതുകൊണ്ട് നിലവിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേരാമ്പ്ര ഇപ്രാവശ്യം UDF തന്നെ വരുമെന്നാണ്. നല്ലൊരു സ്ഥാനാർത്ഥി വരാച്ചാൽ UDF തന്നെ ഇവിടെ തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ LDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന LDF കൺവീനറാണ് ഇവിടുത്തെ MLA. അത് ഈ തവണ അത് നോക്കിയൊരു കാര്യമില്ല നിങ്ങൾ. ഇത്തവണ എന്ന് പറഞ്ഞാൽ ഒരു UDF തരംഗമാണ്. അതിൻ്റെ ഇടയ്ക്ക് പേരാമ്പ്ര LDF ഭരിച്ചുകൊണ്ടിരുന്ന ഒരു 7ഓളം പഞ്ചായത്തുകൾ, ബാക്കിയുള്ള പഞ്ചായത്ത് നൊച്ചാടൊക്കെ എന്ന് പറഞ്ഞാൽ CPM ഈറ്റില്ലെന്നാണ് അവർ പറയൽ. അവിടെയൊക്കെ നമുക്ക് 6 സീറ്റുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ ഇത്തവണ എൻ്റെ അഭിപ്രായത്തിൽ പേരാമ്പ്ര ഷുവറായിട്ട് UDF ജയിക്കും. തരംഗമുണ്ടോ? തീർച്ചയായിട്ടും തരംഗല്ലേക്കാണ്. നമ്മൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണ്ട് തരംഗമാണ്. ഇതിലപ്പുറം എന്ത് തരംഗം നമുക്ക് വേണ്ടി ഇവിടെ? പേരാമ്പ്ര എന്താ സാധ്യതകൾ? അട്ടിമറി വല്ലതും നടക്കുമോ? ഒരു അട്ടിമറിയില്ല, ഉഷാറാവും. പേരാമ്പ്രയ്ക്ക് മാറില്ല, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. പ്രാവശ്യം എന്തായാലും അട്ടിമറിയുണ്ടാവും. പ്രാവശ്യം UDF ജയിക്കും, പേരാമ്പ്ര ജയിക്കും. പ്രാവശ്യം ഭരണവിരുദ്ധ വികാരം ഉണ്ട്, അത് പേരാമ്പ്രയുണ്ട്. പേരാമ്പ്ര വെച്ചാൽ 10-35 കൊല്ലമായി CPM തന്നെ ഭരിക്കുന്നത്. അതിന് മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് UDF അനുകൂലമായിട്ട് ജനം വോട്ട് ചെയ്യും. എല്ലാ MLA പ്രവർത്തനം വെച്ചാൽ പേരിന് മാത്രമാണ്. അട്ടിമറിക്ക് ചാൻസ് ഒന്നും ഇല്ലാതോ. പിന്നെ 24 മണിക്കൂറും നുണ പറയുന്ന വിളി സതീശനല്ലേ അല്ലേ? നിങ്ങൾ കാണല്ലേ? അതെല്ലാം കാണല്ലേ? ഒളിച്ചോടിയല്ലേ അസംബ്ലിയിൽ നിന്ന് പോലെ. പിന്നെ ഓലെല്ലാം അഴിമതിയല്ലേ? പിന്നെ വയനാട്ടിലൊരു ഫണ്ടുണ്ടാക്കി ഓല് വെട്ടുകറി അടിച്ചില്ലേ? 1 കോടി ഉറുപ്പ്യ ഉണ്ടാക്കിയിട്ട് ഓല് എവിടെയെങ്കിലും ഉണ്ടോ അതിൻ്റെ കണക്ക്? വീട് കൊടുക്കുന്നതിന് വീട് കൊടുത്തില്ല. ഒക്കെ LDF സർക്കാർ പിണറായി അതൊന്നും ചെയ്തില്ല. പഞ്ചായത്ത് കുറെ വർഷത്തിന് ശേഷം പോയില്ലേ? പഞ്ചായത്ത് പോയതെന്ന് പറഞ്ഞാൽ അതൊരു ട്രെൻഡാണ്. അത് പോയതെന്ന് വെച്ചാൽ അത് പൂക്കിയതാ. അത് വാർഡ് വിഭജനത്തിന്റെ പേരിലൊക്കെ പൂക്കിയതാവും. ഈ പേരാമ്പ്ര ഒരു അട്ടിമറിക്ക് ചാൻസ് ഉണ്ട് ഇപ്രാവശ്യം? 100% ഇപ്രാവശ്യം വൻ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കാനുള്ള എല്ലാ ചാൻസും ഈ പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. പേരാമ്പ്ര ഉറപ്പായിട്ട് UDF എന്ത് ചെയ്യും, വിജയിക്കും എന്നുള്ളതിൽ 100% ഉറപ്പാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അട്ടിമറി സാധ്യത പറയുന്നത്? ഇപ്പം മൊത്തത്തിൽ ഇവിടുത്തെ ട്രെൻഡ് അങ്ങനെയാണല്ലോ. കേരളത്തിൽ പൊതുവേ ഉള്ളൊരു ട്രെൻഡും ഉണ്ട്. പിന്നെ കുറേ കാലങ്ങളായി ഇവിടെ LDF വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണിത്. അപ്പം ഈ പ്രാവശ്യം പഞ്ചായത്ത് UDFനാണ് കിട്ടിയത്. അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും UDFന് കിട്ടുന്നുള്ള 100% ഞങ്ങൾക്കെല്ലാം വലിയൊരു വിശ്വാസമുണ്ട്. UDFനൊരു സാധ്യത കാണുന്നുണ്ട്. തുടർച്ചയായിട്ട് ഇവിടെ LDF ആണല്ലോ ജയിക്കുന്നത്. ഇത് തുടർച്ചയായിട്ട് വരുന്ന TP രാമകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരാണ്, ജനങ്ങളുമായിട്ട് വലിയൊരു ബന്ധമുള്ള ആളാണ് അയാൾ. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് പേരാമ്പ്ര LDFനെ ഭരിക്കും. ഓക്കെ. TP രാമകൃഷ്ണൻ മാറുന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആര് സ്ഥാനാർത്ഥിയായിട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായിട്ടാണെങ്കിൽ കുഞ്ഞുമോദോഷ് വരണം. അല്ല, പുള്ളി കുറ്റ്യാടിയിലെ MLA അല്ലേ? MLA ആണെങ്കിൽ സാധ്യത രാമകൃഷ്ണൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ 2 ആൾക്കാർ മാത്രമേ സാധ്യതയുള്ളൂ. നല്ല പ്രവർത്തനം ഉണ്ടായിരുന്നു. രാമകാർ മാറുമെന്നാണ് തോന്നുന്നത്. വലിയ ഭൂരിപക്ഷത്തിനാണ് LDF ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോടെ മാറാൻ സാധ്യതയുണ്ട്. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഓ, പഞ്ചായത്ത് എല്ലാം പോയില്ലേ? ഇപ്പോൾ പഞ്ചായത്ത് ആദ്യം LDFിലാണ്, ഇപ്പോൾ UDFില്ല. പേരാമ്പ്ര പഞ്ചായത്ത് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നത്. പേരാമ്പ്രയിൽ ഇപ്രാവശ്യം പോരാട്ടം കലക്കുമെന്നാണ് വോട്ടർമാർ പറയുന്നത്. ഏതായാലും കാത്തിരുന്ന് കാണാം. സി ടൈംസ് ഇലക്ഷൻ പൾസ് റൈഡ് ഇനി നേരെ കൊയിലാണ്ടി മണ്ഡലത്തിലേക്ക്. പ്ലീസ് ഫോളോ.